അക്കൗണ്ട്സ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചില ഇൻകംസ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് നമ്മുടെ സാലറി ബാങ്കിലേക്ക് ഡയറക്റ്റായിട്ട് വന്നു. സാലറി ബാങ്കിലേക്ക് വന്നത് രേഖപ്പെടുത്താൻ ബാങ്ക് റെസിപ്റ്റാണ് ഉപയോഗിക്കുക. ബാങ്കിലേക്ക് വന്നതാണ്. ആ ബാങ്ക് റെസിപ്റ്റ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്ക് റെസിപ്റ്റ് ഫോം വരും. അതിൽ നിങ്ങൾക്ക് ഒരു നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് റിസീവ്ഡ് ടു ബാങ്ക് അക്കൗണ്ട് അവിടെ സെലക്റ്റഡ് ആണ്. ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ബാങ്കിലേക്കാണോ വന്നത് ആ ബാങ്ക് സെലക്ട് ചെയ്യണം. ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാങ്കിൻ്റെ നിലവിലുള്ള ബാലൻസ് അവിടെ കാണിക്കും. ഇനി റിസീവ്ഡ് ഫ്രം, ഏത് വഴിക്കാണ് നമുക്ക് ആ പണം വന്നത് എന്ന് കാണിക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാലറി ഇൻകം ആണെങ്കിൽ സാലറി ഇൻകം സെലക്ട് ചെയ്യാം. സാലറി ഇൻകത്തിലൂടെ നിങ്ങൾക്ക് വന്ന എമൗണ്ട് അവിടെ രേഖപ്പെടുത്തുക. 25,000 ആണെങ്കിൽ 25,000. മറ്റെന്തെങ്കിലും നരേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കോസ്റ്റ് സെൻറ്റർ നമ്മളിവിടെ പരിഗണിക്കുന്നില്ല, സേവ് ചെയ്യുന്നു. ഇതൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വൗച്ചർ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വൗച്ചേഴ്സ് എന്ന് പറയുന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടുഡേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വൗച്ചേഴ്സും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ BR1 എന്ന് പറയുന്ന വൗച്ചറിൽ റിസീവ്ഡ് ടു SBI 4667 ഫ്രം സാലറി ഇൻകം. അപ്പോൾ സാലറി ഇൻകം വഴിക്ക് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാവും. ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ അതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത അതേ ഫോമിലേക്ക് തന്നെ അത് ലോഡാവും. അവിടെ വെച്ച് നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്താം. സപ്പോസ് 25,000 അല്ല 26,000 ആണെങ്കിൽ 26,000 എന്ന് മാറ്റിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇനി അതല്ല, ഈ എൻട്രി തന്നെ തെറ്റാണെങ്കിൽ നമ്മളെടുത്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതല്ല, ഇതിൻ്റെ ഒരു ബിൽ ഫോർമാറ്റ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ PDF എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കതൊരു PDF ഫോർമാറ്റിലുള്ള ഒരു പ്രിൻ്റ് ലഭിക്കും. പ്രിൻ്റ് റെസിപ്റ്റ് പ്രിൻ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതിൽ വൗച്ചർ നമ്പർ ഉണ്ടാവും, റിസീവ്ഡ് ടു ബാങ്ക് അക്കൗണ്ട്, റിസീവ്ഡ് ഫ്രം സാലറി ഇൻകം, എമൗണ്ട്, അത് വേർഡ്സിലും നരേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്റ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. PDF ഫോർമാറ്റിൽ കിട്ടിയാൽ നമുക്ക് പ്രിൻ്റ് എടുക്കുകയോ എന്ത് വേണമെങ്കിലും അയച്ചു കൊടുക്കുകയോ ചെയ്യാം.